എന്റെ മുഖത്ത് അടിച്ചുകൊണ്ട് തന്നെയത്. അവളുടെ കല്യാണം നടന്നാലും കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം. ഇനി എനിക്ക് അവളായിട്ട് ഒരു ബന്ധമില്ല. പണം കൊടുക്കാന്ന് നമ്മൾ വാക്ക് പറഞ്ഞതാ. ബുധനാഴ്ച സ്വർണ്ണം എടുക്കാന്ന് ഏട്ടൻ പറഞ്ഞു വിടുകയും ചെയ്തു. പറഞ്ഞു വിട്ടെങ്കിൽ എടുക്കട്ടെ. അവൾക്ക് കല്യാണമല്ലല്ലോ വലുത്, മല്ലിയേട്ടനല്ലേ. മല്ലിയേട്ടൻ നടത്തി കൊടുക്കട്ടെ. എനിക്ക് എന്റെ അച്ഛൻ തന്ന പണമാ, അതെന്റെ ആവശ്യങ്ങൾക്കാ. അതെല്ലാം നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണം നടത്താനല്ല. ഇത് ചതിയാണ്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അന്ന് പറയണം, അല്ലാണ്ട് ഈ അവസാന നിമിഷത്തിലല്ല. കൊടുക്കാന്ന് പറഞ്ഞതേ എന്റെ സൗജന്യാണ്, അല്ലെങ്കിൽ ദയ. അത് വേണ്ടാത്തോട്ട് ഞാൻ കൊടുക്കണോ? നീ എന്നിട്ട് കുരങ്ങേൽപ്പിക്കാണല്ലേ? അങ്ങനെയായതുകൊണ്ടല്ലേ കളിക്കണേ. സഹിക്കുന്നതിന് അതിലുണ്ട്. പണം അന്തസ്സും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മനസാക്ഷി വേണോടി, മനസാക്ഷി. ഓ, മനസാക്ഷിയുള്ള ആള്. മോഹിച്ച പെണ്ണിന് പുറംകാലം കൊണ്ട് തട്ടിയിട്ട് എന്റെ അച്ഛന്റെ പണം അന്തസ്സും കണ്ട് വാലാട്ടി നിന്നത് മനസാക്ഷിയുള്ളതുകൊണ്ടാണല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ ഒരു റെസ്പിഷ്യസ് ഒന്നുമല്ല. എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ മറ്റൊരു വിജയകുമാരൻ നായരെ കണ്ടെത്താൻ എന്റെ അച്ഛന് ഒരു ബുദ്ധിമുട്ടില്ല.